ഈ ആണ്ടിലെ പീഡാനുഭവ ധ്യാനത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടത്തിൽ എല്ലാ ആഴ്ചകളും സാധാരണമായ ആഴ്ചകളായി കടന്നു പോകുന്നുവെങ്കിൽ ഒരാഴ്ചയെ ഭൂമിയിലുള്ള സകലരും വിളിക്കുന്നത് വലിയ ആഴ്ച എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഒരാഴ്ച വലിയ ആഴ്ചയായിട്ട് അറിയപ്പെടുന്നത്? അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായ അർത്ഥത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. അക്ഷരാർത്ഥത്തിൽ സാധാരണയായി 7 ദിവസങ്ങളാണ് ഒരാഴ്ചയ്ക്കുള്ളതെങ്കിൽ പീഡാനുഭവ വാരത്തിൽ അത് 8 ദിവസമാണ്. എന്തുകൊണ്ടാണത്? ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള 8 ദിവസങ്ങളാണ് വലിയ ആഴ്ച എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവരുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെ ആകെത്തുകയായ ആഘോഷം നടക്കുന്ന, സ്മരണ നടക്കുന്ന ആഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഈ പീഡാനുഭവ വാരമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈശോ 33 വർഷക്കാലം ജീവിച്ചതിൻ്റെ മുഴുവൻ പൂർത്തീകരണമായി അവൻ കാൽവരി കുന്നിൽ യാഗമായി അർപ്പിക്കുന്ന സമയത്ത് അവൻ കുന്നിൽ വെച്ച് നടത്തിയ അന്ത്യപ്രഭാഷണം വളരെയധികം സ്വാധീനമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ആണ്ടിലെ പീഡാനുഭവ വാരത്തിൽ, പീഡാനുഭവ ധ്യാനത്തിൽ നമ്മൾ യേശുവിൻ്റെ കുരിശിലെ 7 മൊഴികളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ജീവിച്ച കാലത്ത് പറയുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരർത്ഥത്തിലുള്ള പൂർത്തീകരണമായിരിക്കും അവസാന സമയത്ത് അയാൾ പഠിപ്പിക്കുന്നത്. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഗുരുഭൂതന്മാർ, നമ്മളുടെ പ്രിയപ്പെട്ടവർ സകലരും അവരുടെ ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞതും പറയാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളുടെ ഒരു സങ്കലിത രൂപമായിരിക്കും ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പറയുന്നത്. ഈശോ 33 വർഷക്കാലം ജീവിച്ചത് കുരിശിൽ കിടന്ന് ഏതു വിധമാണ് 3 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ പോകുന്നത് എന്ന് സകലരും നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ പീഡാനുഭവ ധ്യാനത്തിൽ ആദ്യത്തെ ധ്യാന ചിന്തയായി അവസാന വചനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടാൽ സാധാരണയായി അധികം പരിചയം നമുക്കില്ല എങ്കിൽ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. എപ്പോഴാണ് മരിച്ചത്? എപ്പോഴാണ് അടക്കം ചെയ്യുന്നത്? എന്നാൽ ഈ മനുഷ്യൻ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ രക്തബന്ധത്തിൽ പിറന്നവരോ അല്ലെങ്കിൽ നമ്മളുമായി അത്ര കണ്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ മൂന്നാമതൊരു ചോദ്യം നമ്മൾ ചോദിക്കും. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് താനും. ആ ചോദ്യം ഇതാണ്: ആ മരിക്കാൻ സമയത്ത് എത്ര പേര് കൂട്ടത്തിലുണ്ടായി? ആരെല്ലാം ഉണ്ടായി? എന്തായിരുന്നു മുഖത്തുള്ള എക്സ്പ്രഷൻസ്? ഏത് വിധം എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? മരിച്ച നേരത്ത് നിങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നോ? എന്ന് തുടങ്ങി മരിച്ച സമയവുമായി ബന്ധപ്പെട്ട് ഒരു പിടി ചോദ്യങ്ങൾ ചോദിക്കും. പ്രത്യേകിച്ച് പ്രവാസികളായ ഒരു മനുഷ്യൻ നാട്ടിൽ കിടക്കുന്ന സ്വന്തം പിതാവോ മാതാവോ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായും ചോദിക്കും, ആരൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു? എന്താണ് പപ്പ അല്ലെങ്കിൽ മമ്മി, പ്രിയപ്പെട്ടവൾ മരിക്കാൻ സമയത്ത് പറഞ്ഞത്? സഹോദരങ്ങളെ, മരിക്കാൻ സമയത്ത് ഒരു വ്യക്തി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പമാർന്നതാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരാൾ പറയുന്ന വാക്കിലുണ്ടാകുന്നത്. ഒന്നുകിൽ അയാൾ ജീവിച്ച കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ചെയ്തുകൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും മരിക്കാൻ സമയത്ത് അയാൾ പറയുന്നത്. അല്ലെങ്കിൽ അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ചത്, ജീവിക്കാൻ ഒരുപാട് കൊതിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ വിധത്തിൽ ജീവിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മരണവെപ്രാളത്തിൻ്റെ സമയത്ത് അത്തരം വചനങ്ങളായിരിക്കും പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം, ധനവാനെ പോലെ നമ്മൾ ജീവിച്ചിട്ട് ലാസറിനെ പോലുള്ള വാക്കുകൾ നമ്മുടെ അധരത്തിൽ നിന്ന് വരില്ല. ഇന്നത്തെ ആത്മീയതയിൽ മനുഷ്യർക്കെല്ലാം ധനവാനെ പോലെ ജീവിക്കണം, ലാസറിനെ പോലെ മരിക്കണം. അബദ്ധമാണത്, അബദ്ധം. ഒരിക്കലും നമുക്കത് പറ്റില്ല. ധനവാൻ മരിക്കാൻ നേരത്ത് ഒരു ധനവാനിൽ നിന്നുള്ള വാക്കുകളെ വരൂ. ലാസർ മരിക്കാൻ സമയത്ത് ലാസറിനെ പോലുള്ള ഒരു മനുഷ്യൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനങ്ങളെ വരൂ. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കുകളെ അവന് പറയാൻ കഴിയൂ. ജീസസ് ക്രൈസ്റ്റ് മരിക്കുന്ന സമയത്ത് ജീസസ് ജീവിച്ച കാലവുമായി ബന്ധപ്പെട്ടതേ അവനും പറയാൻ കഴിയൂ. ജീവിച്ചത് നമ്മൾ പറയും, അല്ലെങ്കിൽ
ജീവിക്കാൻ ആഗ്രഹിച്ചത് നമ്മൾ പറയും. നമുക്കാദ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ പപ്പ, അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നതെന്ന് കരുതുക. അദ്ദേഹം മരിക്കാൻ സമയത്ത് ആ മനുഷ്യൻ ജീവിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തെ പ്രതി മക്കളെ വളർത്തിയെടുക്കാൻ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത സൗകര്യങ്ങൾ, ഇതായിരുന്നു അയാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വപ്നം. സ്വാഭാവികമായി മരിക്കാൻ നേരത്ത് ആ പപ്പ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രത്യേകിച്ചും പറയാൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും പറഞ്ഞു, മക്കളെ തല്ലിടരുത്, സ്വത്തുക്കളെക്കുറിച്ച് തർക്കമിടരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഭൂമിയിലുള്ള ഒരുപാട് ബന്ധങ്ങൾ തീരുന്നത് വിൽപത്രം കയ്യിലെടുക്കുന്ന സമയത്താണ്. അത്രത്തേ ഉള്ളൂ പല ബന്ധങ്ങളും നിങ്ങൾക്കറിയാം. ഒരുപാട് പങ്കുവെച്ചെന്ന് പറഞ്ഞാലും സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം തർക്കങ്ങളിൽ തകർന്നു പോകുന്നതല്ലേ നമ്മുടെ പല ബന്ധങ്ങളും. നമുക്ക് വരാം. ഈ പിതാവ് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഞാൻ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ അധ്വാനിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പപ്പയ്ക്ക് മക്കളെ പോലെ പഠിക്കാൻ പറ്റിയില്ല, കാരണം അന്ന് പഠിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്വത്തായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ രാവും പകലും നിങ്ങളെ പ്രതി, ദൈവത്തെ പ്രതി ഞാൻ ജീവിച്ചു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മരിക്കാൻ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഒന്നേ പറയാനുള്ളൂ, മമ്മിയെ നന്നായിട്ട് നോക്കണം. മക്കളെ 3 പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പപ്പ പറഞ്ഞു, ഇതാ സ്വത്തിനെ പ്രതി ഒരു തർക്കം ഉണ്ടാകുന്നതായി എനിക്കൊരിക്കലും സ്വർഗത്തിലിരിക്കുമ്പോൾ കേൾക്കാൻ ഇടവരരുത്. ഏതെങ്കിലും സമയത്ത് ഈ വിധവയായ ഈ അമ്മയ്ക്ക്, ഈ സ്ത്രീക്ക് എന്തെങ്കിലും വിധത്തിൽ മക്കൾ സ്വത്തുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഈ വിധവയായ ഈ അമ്മ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് ആരുടെ വാക്കുകളായിരിക്കും? തീർച്ചയായും അപ്പൻ പറഞ്ഞ അവസാന വാക്കുകളായിരിക്കും. മക്കളെ, പപ്പ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പപ്പ പറഞ്ഞു മരിക്കാൻ നേരത്ത്, മക്കൾക്ക് എന്തു വേണമെങ്കിലും തരാം, എത്രത്തോളം വേണമെങ്കിലും തരാം, പക്ഷേ ഒരിക്കലും തല്ലിടരുത്. അവസാന വാക്ക് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു പപ്പ മറ്റൊരു സ്ഥലത്ത് കഴിയുന്നു. അദ്ദേഹം ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് സ്വത്തെന്ന് പറയുന്നത് ഒരു ഭ്രാന്താണെന്ന് കരുതുക. ഒരു മനുഷ്യനെ ഞാൻ ഈ അടുത്തിടെ കണ്ടു. അദ്ദേഹം കൊള്ളാവുന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും, അവസാനത്തെ ആശീർവാദം കൊടുക്കാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ 5-6 ഏക്കർ സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കച്ചവടമൊന്നും നടക്കുന്നില്ല, എങ്കിലും അതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നൊരവസരം ഉണ്ടെങ്കിൽ ചെയ്യണമെന്നാണ്. സഹോദരങ്ങളെ, മരണസമയത്ത് പോലും ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം ഒരു മനുഷ്യൻ പറയാൻ കാരണം എന്താണ്? അയാളുടെ ജീവിതം മുഴുവൻ അയാൾ ജീവിച്ചത് മിക്കവാറും അയാൾക്ക് വേണ്ടി തന്നെയാകണം. അയാളെ വിധിക്കുകയല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നതേ മരിക്കാൻ നേരത്തെ നമുക്ക് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചതേ നിങ്ങൾക്ക് അവസാന സമയത്ത് പറയാൻ കഴിയൂ. ഇനി മാതാപിതാക്കളെ പോലെ തന്നെ നമുക്ക് ഗുരുഭൂതരിലേക്ക് വരാം. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കാലത്ത് എന്തുമാത്രം മോശപ്പെട്ട വിധത്തിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്തവരാണെങ്കിലും ടീച്ചർ അവരോട് വിട പറഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെയോ ക്യാമ്പസിൻ്റെയോ വിട പറയുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചേഴ്സ് ഒരുമിച്ച് കൂടുന്നു, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, ഏതാനും ഉപദേശങ്ങൾ പറയും. അന്നത്തെ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഒരു അധ്യാപകൻ അത്രയും കാലം പഠിപ്പിച്ചതും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളുടെ മുഴുവൻ ഒരു സങ്കലിത രൂപമായിരിക്കും അന്ത്യപ്രഭാഷണമായി ആ അധ്യാപകൻ പറയാനായിട്ട് പോകുന്നത്. അവസാന വചനം എന്നും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് ഒരു നാടോടിയായ ഒരു പയ്യൻ, അവൻ ജീവിക്കുന്നത് വീട്ടിലെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് വേറെ ഒന്നുമില്ല. അവന് ശാരീരികമായ അംഗവൈകല്യങ്ങളുണ്ട്. അവൻ വലിയ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീടുകളിലൊക്കെ പോയി പാത്രങ്ങളൊക്കെ പെറുക്കി അതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവൻ്റെ ഉമ്മായെ അവൻ വളർത്തുന്നതും പോറ്റുന്നതും. അവൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എതിരെ വന്ന ഒരു ലോറി ഇടിച്ച് അവൻ്റെ ശരീരം മുഴുവൻ ചാലായി അവൻ തകർന്നടിഞ്ഞ് തല മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തു നിന്നും ആളുകൾ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് കൂടി. ഈ ചെറുപ്പക്കാരനായ ഈ നാടോടിയായ പയ്യൻ തല ഉയർത്തിക്കൊണ്ട് ശേഷിക്കുന്ന ജീവൻ വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു,
എൻ്റെ ഉമ്മാക്കിനി ആര് ചോറ് കൊടുക്കും, എൻ്റെ ഉമ്മാക്കിനി ആര് ചോറ് കൊടുക്കും. ഈ നാടോടിയായ ചെറുപ്പക്കാരൻ പയ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന ശ്വാസവുമായി ഇത് പറയാൻ കാരണം എന്താണ്? സഹോദരങ്ങളെ, പറയാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. അവൻ ശിഷ്ടായുസ് ജീവിച്ചത് മുഴുവൻ അവൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് ഇനി ആര് ചോറ് കൊടുക്കും. സഹോദരങ്ങളെ, ഈ പീഡാനുഭവ ധ്യാനത്തിൽ പങ്കുപറ്റുമ്പോൾ ഈ ആദ്യ ദിവസം ആവർത്തിച്ച് നിങ്ങളോട് ചോദിക്കണം, എനിക്ക് ജീവിതത്തിൻ്റെ അവസാനം ഒരു വചനം പറയാൻ അവസരമുണ്ടായാൽ, ഒരു വാക്ക് പറയാൻ അവസരമുണ്ടായാൽ, ഞാൻ പറയുന്ന വാക്കെന്തായിരിക്കും? ഞാൻ പറയുന്ന വചനം എന്തായിരിക്കും? ഇതുപോലെ തന്നെ ഈശോയുടെ വലതുവശത്ത് കിടന്ന കള്ളൻ, അവനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ നല്ല കള്ളൻ എന്നാണ്. നമുക്കറിയാം, സാധാരണയായി ഭാഷയിൽ നല്ല കള്ളനും മോശം കള്ളനുമില്ല. കള്ളൻ എന്നും കള്ളൻ തന്നെയാണ്. എന്നാൽ ബൈബിളിൽ ആദ്യമായി നല്ല കള്ളൻ രൂപം കൊണ്ടു. എന്തുകൊണ്ടാണത്? അവൻ ചോദിച്ച അവൻ്റെ ചോദ്യമാണ്, അവൻ്റെ അവസാന മൊഴിയാണ് അവനെ നല്ല കള്ളനെന്ന് വിശേഷിപ്പിച്ചത്. അവൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പിതാവെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇത് പറഞ്ഞത്? സഹോദരങ്ങളെ, കാര്യം വളരെ വ്യക്തമാണ്. അവൻ നന്നായി ജീവിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൻ പറ്റിയില്ല. ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് അവൻ മനസ്സിലായി, ഗുരുവും നാഥനുമായ ഈ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് അവൻ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, പിതാവേ, നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. അവൻ ജീവിക്കാൻ ആഗ്രഹിച്ചത് അവന് പറയാനായിട്ട് പറ്റി. നമ്മൾ ഓർക്കണം, നമുക്ക് അവസാന സമയത്ത് മനസാന്തരം സാധ്യമല്ല. സാധാരണയായി മനുഷ്യർ പറയും, ലാസ്റ്റ് നമുക്ക് ജമ്പ് ചെയ്യാമെന്ന്. ഒരിക്കലും നമുക്കത് സാധിക്കില്ല. കാരണം എന്താണ്? ഒരു വൃക്ഷം തോട്ടിലേക്ക് ചാഞ്ഞിരുന്നാൽ വെട്ടിയാൽ അത് തോട്ടിലേക്കേ വീഴൂ. ഒരു വൃക്ഷം അത് ചാഞ്ഞിരിക്കുന്നത്, ചെരിഞ്ഞിരിക്കുന്നത് അത് മണലാ അരണ്യത്തിലേക്കാണെങ്കിൽ അത് വെട്ടുന്ന സമയത്ത് അവിടേക്കേ വീഴൂ. നമ്മൾ എവിടേക്ക് ചാഞ്ഞിരിക്കുന്നുവോ അവിടെയേ വീഴൂ. ഓർക്കണം, ഈ കുരിശുമരം ചാഞ്ഞിരുന്നത് നസ്രായനായ യേശുവിൻ്റെ കുരിശിലേക്കാണ്. അതുകൊണ്ട് ആ കുരിശുമരം തകർക്കപ്പെടുന്ന സമയത്ത് ഈ നല്ല കള്ളൻ യേശുവിനെ പുൽകാനായിട്ടിട വന്നു. നമ്മൾ എവിടേക്കാണ് ചാഞ്ഞിരിക്കുന്നത് അവിടേക്ക് തന്നെ നമ്മൾ വീഴാനിട വരും. ചരിത്രത്തിലെ ഒരു പക്ഷേ ഏറ്റവും വേദനാജനകവും ഒപ്പം ഒരുപാട് സ്വാധീനവും ചെലുത്തിയ ഒരു നിരീശ്വരനും ഒരു ചിന്തകനുമാണ് വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ. ഫ്രഞ്ച് ചിന്തകനാണ് അദ്ദേഹം വലിയൊരു ദൈവനിഷേധിയായി ജീവിച്ചു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇതാ എല്ലായിടത്തും പോയി പറയും. ദൈവനിഷേധത്തിന് ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതലും അദ്ദേഹം സംവദിക്കുന്നത് യുവാക്കളോടാണ്. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയോടുള്ള ആദരവ് പുലർത്തുന്ന യുവാക്കളോട് അവയെ നിന്ദിച്ച് തള്ളാൻ എങ്ങനെ കഴിയുമോ അതിനാവശ്യമായ ട്രെയിനിങ് ആണ് വോൾട്ടയർ തൻ്റെ ജീവിതത്തിലുടനീളം കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പ്രഭാഷണത്തിനിടയിൽ വിശുദ്ധ ബൈബിൾ ഉയർത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ മരിച്ച് 100 വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ മ്യൂസിയത്തിൽ ഒരു പുരാതന വസ്തുവായി ഈ ബൈബിൾ മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന്. സഹോദരങ്ങൾ, നിങ്ങൾക്കറിയുമോ, ചരിത്രം മാറി, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വോൾട്ടയർ മരിച്ച് 100 വർഷം കഴിഞ്ഞപ്പോൾ വോൾട്ടയർ താമസിച്ചു കൊണ്ടിരുന്ന പാരീസിലെ അദ്ദേഹത്തിൻ്റെ വീട് ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനമായിട്ട് മാറി. ഇതാണ് കഥ. ഈ മനുഷ്യൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് ചെറുപ്പക്കാരോട് ഇങ്ങനെ സംവദിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിൽ ആദരവും ബഹുമാനവും പുലർത്തുന്ന വ്യക്തികൾക്ക് എതിരായിട്ട് ധാരാളമായിട്ട് എഴുതും. ഇങ്ങനെ ഇരിക്കെ പാരീസിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു കത്ത് വോൾട്ടയറിന് എഴുതിയത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട ടീച്ചർ, കാര്യം ഇതാണ്, എനിക്ക് വിശുദ്ധ കുർബാനയെ നിഷേധിക്കണമെന്നും ദൈവത്തിന് എതിരായി ഒരുപാട് പ്രവർത്തിക്കണമെന്നും അങ്ങയെപ്പോലുള്ള ഒരു ചിന്തകനായിട്ട് മാറണമെന്നും വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രഭാതത്തിൽ ദിവ്യബലിയിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന എന്തെന്നില്ലാത്ത വിധത്തിലുള്ള സ്വാധീനം എന്നിൽ ചെലുത്തുന്നു. അതുകൊണ്ട് എത്ര റെവല്യൂഷണറിയായി അങ്ങയെപ്പോലെ ഞാൻ അങ്ങയുടെ പിറകെ വന്നാലും എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? പാരീസിൽ നിന്ന് വോൾട്ടയർ കത്തെഴുതിയത് ഇങ്ങനെയാണ്, മകനെ,
നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിലുള്ള ഈശോ നിന്നെ ബലപ്പെടുത്തുകയാണോ? ഇതൊന്നും എനിക്കറിയില്ല. നിനക്ക് ദൈവനിഷേധിയാകണമെങ്കിൽ ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി. ഒരേ ദിവസം 5ഉം 6ഉം ദേവാലയങ്ങളിൽ പോയി നീ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വിശുദ്ധ കുർബാന നീ സ്വീകരിച്ചിട്ട് നീ പറയണം, കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറയണം, ഇത് വെറും ഗോതമ്പപ്പമാണ്. നീ റിപ്പീറ്റഡായി ഇതേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസം പൊയ്ക്കൊള്ളും. നീയും എന്നെപ്പോലെ ദൈവനിഷേധിയായിട്ട് വളർന്നു വരും. സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ഈ മനുഷ്യനും ഒരവസാനമുണ്ടായി. വോൾട്ടയറിന് ഒരവസാനമുണ്ടായി. ഒരിക്കലും നമ്മൾ അദ്ദേഹം നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ എന്നൊന്നും പറയുകയല്ല. അത് നമ്മുടെ വിഷയമല്ല. കാരണം അത് നിശ്ചയിക്കേണ്ടത് അവന് സൃഷ്ടിച്ച, അവന് രൂപവും ഭാവവും നൽകിയ ദൈവമാണ്. വിധിക്കാൻ നമ്മൾ ആരാണ്? പക്ഷേ അവൻ്റെ അവസാന സമയവും അവസാന സമയത്ത് അവൻ എന്തു പറഞ്ഞു എന്നുള്ളതും ഇന്നത്തെ ഈ ധ്യാനത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ ഏതാനും മാസങ്ങൾ ഇയാൾ ഇങ്ങനെ കിടക്കുകയാണ് കട്ടിലിൽ. ശുശ്രൂഷിക്കാൻ പല നേഴ്സസ് വരുന്നുണ്ട്. ഈ മനുഷ്യൻ രാവും പകലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: എന്നെ കേൾക്കാൻ ദൈവമില്ല, എന്നെ മനസ്സിലാക്കാൻ മനുഷ്യരില്ല. എന്നെ കേൾക്കാൻ ദൈവമില്ല, എന്നെ മനസ്സിലാക്കാൻ മനുഷ്യരില്ല. ഇത് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ അലമുറ ഇടുന്ന സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ജർമ്മൻകാരിയായ ഒരു നേഴ്സ്, അവൾ ഏറ്റവും വിഷമിച്ചുകൊണ്ട് അവൾ പറയുന്നത് എങ്ങനെയാണ്: ജർമ്മനിയിൽ ഉള്ള മുഴുവൻ ധനവും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും വോൾട്ടറയെ പോലുള്ള ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാൻ ദൈവത്തെ ഓർത്തെന്നെ പറഞ്ഞു വിടരുത്. കാരണം അത്ര കണ്ട് വേദനാജനകമായിരുന്നു ഇതെന്ന്. സഹോദരങ്ങളെ, ജീവിച്ചത് പറയാൻ കഴിയും, ജീവിക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് അവൻ്റെ അവസാന വാക്കുകളിലേക്ക് വരണം. ഈശോ അവൻ കുരിശിൽ കിടന്ന് അവസാന വാക്കുകൾ പറയാൻ ഏതാണ്ട് സമയമായി. ഈശോയുടെ കുരിശിൽ അതിനു ചുറ്റും ആളുകൾ കാത്തിരിക്കുകയാണ് ഇവൻ എന്തു പറയും എന്ന് കേൾക്കാൻ. കാരണം എന്താണ്? 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഏറ്റവും വേദനാജനകമായ കുരിശു മരണം വരിക്കുന്ന സമയത്ത് ഇവൻ എന്തായിരിക്കും ഈ മരണവെപ്രാളത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് സകലരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവൻ്റെ അധരത്തിൽ നിന്ന് ആദ്യ മൊഴി, രണ്ടാം മൊഴി വന്ന് 7 വചനങ്ങൾ, സപ്തവചനങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഒന്നാമത്തെ വചനം: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. രണ്ടാമത്തെ വചനം: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം: സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം: ദൈവമേ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. അഞ്ചാമത്തെ വചനം: ഇതാ എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വചനം: എല്ലാം പൂർത്തിയായി. ഏഴാമത്തെ വചനം: പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ ജീവിച്ചതും ജീവിക്കാൻ ആഗ്രഹിച്ചതുമായ മുഴുവൻ വചനങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു ഈ 7 വചനങ്ങൾ. ഈ 7 വചനങ്ങളെക്കുറിച്ച് വിശദമായി തുടർന്നുള്ള ധ്യാന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കാം. സഹോദരങ്ങളെ, ഇവയ്ക്കുള്ള പൊതുവായൊരു സ്വഭാവം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ വചനം തന്നെ അവൻ കൊടുക്കുന്നത് ശത്രുവിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ മൊഴി തന്നെ ഈശോ പറയുന്നത് ശത്രുവിന് വേണ്ടിയിട്ടാണ്. അവൻ എന്തിനു വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചുവോ, എന്തിനു വേണ്ടി രഹസ്യവും പരസ്യവുമായ ജീവിതം അവൻ നടത്തിയോ, എന്തിനു വേണ്ടി ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അവൻ മുറിവേറ്റുവോ, എന്തിനു വേണ്ടി സകലരാലും അവൻ ഉപേക്ഷിക്കപ്പെട്ടുവോ, എന്തിനു വേണ്ടി അവൻ മാറ്റി നിർത്തപ്പെട്ടുവോ, എന്തിനു വേണ്ടി എല്ലാ വിധത്തിലും അവൻ തകർക്കപ്പെട്ടുവോ, എന്തിനു വേണ്ടി ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെടുന്ന വിധത്തിൽ അവൻ കുരിശിൽ കിടന്ന് നിലവിളിച്ചുവോ, ആ വചനമാണ് അവൻ ആദ്യമായി ഉരുവിട്ടത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയണില്ല, ഇവരോട് പൊറുക്കണമേ എന്ന്. സഹോദരങ്ങളെ, ആദ്യ വചനം ശത്രുവിന് വേണ്ടി. യേശു വന്നത് എന്തിനാണ് എന്ന് വചനത്തിലുടനീളം നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. നീതിമാന്മാരെ തേടിയല്ല, അവൻ പാപിയെ തേടിയാണ്. ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞിട്ട് അവസാന സമയത്ത് അത് വേണ്ട എന്ന് വെക്കാൻ അവന് കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ആദ്യ മൊഴി അവൻ ശത്രുവിന് കൊടുത്തു. ഇനി രണ്ടാമത്തെ മൊഴി അതവൻ കൊടുക്കുന്നത് കള്ളനാണ്. കള്ളൻ ഭൂമിയിൽ കള്ളന്മാരെക്കുറിച്ചുള്ള പൊതുവായ ഒരു വിധി മാത്രമേ ഉള്ളൂ. എന്നാൽ
കള്ളൻ കള്ളനായത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിച്ച് 2-ാമത്തെ വചനം കള്ളന് കൊടുത്തു. 3-ാമത്തെ വചനം കൂടപ്പിറപ്പുകൾക്ക് കൊടുക്കുകയാണ്. അമ്മയെയും യോഹന്നാനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നു. 4 മുതലുള്ള വചനങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട് അവൻ വിളിക്കുകയാണ്, അവൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈശോ ജീവിച്ച വചനം അവന് പറയാനായിട്ട് പറ്റി. നിങ്ങൾ ഏത് വചനം പറഞ്ഞാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്? അനുഗ്രഹീതനായ ഒരു മരുഭൂമിയിലെ പിതാവുണ്ട്. ആ പിതാവിൻ്റെ പേര് ഡമാസ്കസിലെ വിശുദ്ധ പത്രോസ് എന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അതിന്ന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? എന്തായിത്തീരണമോ അതായിത്തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് കരുതുന്നത് അബദ്ധമല്ലേ? സഹോദരങ്ങളെ, നമുക്ക് എന്തായി തീരണമെന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. അതിജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രലോഭനങ്ങളുണ്ടാകാം. മറികടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വീഴ്ചകളുണ്ടാകാം. ഇനിയും മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല മേഖലകളുണ്ടായിരിക്കാം. അനുഗ്രഹീതമായ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. തീർച്ചയായും ഈ അനുഗ്രഹീതമായ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി ഒരുക്കിയ കർത്താവ് നമ്മളെ ഒരിക്കലും പിന്തള്ളുകയില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം. ഈ ദിവസത്തിലെ ധ്യാനചിന്ത ഒരിക്കൽ കൂടി സമാഹരിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞത് അവസാന വാക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന ചിന്തയാണ്. ജീവിതത്തിൻ്റെ ഒടുക്കം, ഏറ്റവും അവസാനം ശേഷിക്കുന്ന ഒരു ശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ നെഞ്ചിൽ ഉണ്ട് എങ്കിൽ, അത് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന വചനം എന്തായിരിക്കും? വാക്കെന്തായിരിക്കും? ഈശോയെ, അത് തീർച്ചയായും ഞങ്ങൾ ജീവിച്ച വചനമോ അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ച വചനമോ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ജീവിക്കണമെങ്കിൽ അനുഗ്രഹീതമായ ദൈവത്തെയും മനുഷ്യനും വേണ്ടി ജീവിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയം ഒരുക്കപ്പെടണം. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുപറ്റാം. ഓ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈശോ അനുഗ്രഹീതമായ വചനങ്ങൾ പങ്കുവച്ച് ഞങ്ങളിൽ നിന്ന് കടന്നുപോയി എങ്കിൽ, ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ഞങ്ങളുടെ നെഞ്ചകത്തിൽ യേശുവിനെ മാത്രം സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയും ശക്തിയും ഈ നാളുകളിൽ ഞങ്ങൾക്ക് തരണമേ. ആമേൻ. യേശുവാദിനും അന്തിനുമേ സർവസൃഷ്ടാവും കർത്താവുമേ, നിന്നിൽ ഞാൻ ഉളവായല്ലോ, പരിശുദ്ധനേ ആരാധന, ഉന്നതനേ ആരാധനേ, പരിശുദ്ധനേ ആരാധന, ഉന്നതനേശുവിനാരാധന, ഉന്നതനേശുവിനാരാധന, ഉന്നതനേ ആരാധന.
പരിശുദ്ധനേ ആരാധന ഉന്നതനേശുവിനാരാധന ഉന്നതനേശുവിനാരാധന. മഹത്വത്തിൽ വാഴുന്ന ഉന്നതനും കർത്താവുമായ ഞങ്ങളുടെ ഈശോയെ, ഈ പീഠാനുഭവ വാരത്തിൻ്റെ ആദ്യ ദിവസം നിനക്ക് ആരാധനകൾ അർപ്പിച്ച മുഴുവൻ ദൈവജനത്തോട് ചേർന്ന് ഈ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അന്ന് ജെറുസലേം പ്രവേശനത്തിൻ്റെ ദിവസമാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി അവൻ ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയാകുമ്പോൾ പിഞ്ചു ബാലികാ ബാലന്മാരും വയോവൃദ്ധരും എല്ലാം അവരുടെ മേൽക്കുപ്പായം നിലത്ത് വിരിച്ച് സൈത്തിൻ കൊമ്പുകളും ജൈവിളികളുമായി ഈശോയെ സ്വാഗതം ചെയ്തു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് മഹത്വത്തിൻ്റെ കർത്താവാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നേതാവും രാജാവും അവിടെ നിന്നാണ്. സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം ഞങ്ങളുടെ കർത്താവാണ്. പ്രത്യാശയോടെ നമുക്ക് യേശുവിലേക്ക് നോക്കാം. ഈശോ നമ്മെ എല്ലാവരെയും ചേർത്തു പിടിക്കാൻ നമ്മുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. അവന് ആരാധനകൾ അർപ്പിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓശാനയുടെ ദിവസം ആ കുഞ്ഞുങ്ങൾ അവർക്കുള്ളത് നാഥൻ്റെ മുമ്പിൽ അർപ്പിച്ച് ആരാധന അർപ്പിച്ചതുപോലെ തന്നെ നമുക്കും ആരാധന അർപ്പിക്കാൻ കഴിയണം. വയോവൃദ്ധർ അവർക്കുള്ളത് ദൈവകുമാരൻ്റെ അടുത്ത് സമർപ്പിച്ചതുപോലെ സമർപ്പിച്ച് ആരാധിക്കാൻ നമുക്ക് കഴിയണം. ഈശോയെ, അങ്ങയെപ്പോലെ മഹോന്നതനായി മറ്റാരാണുള്ളത്? അവിടുന്ന് 10,000-ങ്ങളിൽ സുന്ദരനല്ലേ? അവൻ ദേവന്മാരുടെ മുഴുവൻ ദേവനല്ലേ? ഭൂലോക സ്വർഗത്തിൻ്റെ മുഴുവൻ അധിപനല്ലേ? കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നെന്ന് ഹൃദയത്തിൽ നമുക്ക് പറയാം. നമ്മുടെ ഉള്ളുമുള്ളതുമെല്ലാം അവന് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിൽ ജയ് വിളികൾ നമുക്ക് മുഴക്കാം. ഈശോയ്ക്ക് നമുക്ക് ആരാധന നമുക്ക് കൊടുക്കാം. ജീവൻ്റെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. രാജാതിരാജനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സൈത്തിൻ കൊമ്പുകളെ നീതാ പിഞ്ചു കിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിൽ ഹോശാന, ദാവീദാത്മജനോശാന. പതിവില്ലാത്ത ബഹളം കേട്ട്
ജനങ്ങൾ മുഴുവൻ യേശുവിനെ കാണാൻ തടിച്ചുകൂടി. അവൻ ഈ ഭൂമിയിൽ സ്വർഗം തീർക്കാൻ വന്നവനാണോ എന്ന് പലരും സംശയിച്ചു. ശിഷ്യന്മാർ ഏറെ സന്തോഷിച്ചു. അവനോട് കൂട്ടുചേരാൻ ആഗ്രഹിച്ച എല്ലാവർക്കും വലിയ ആനന്ദമായി. കാരണം യേശു രാജാവാണ്, യേശു നേതാവാണ്. തങ്ങളെ നയിക്കാൻ ഇനി അവനുണ്ട്. ഈശോയെ, എന്നാൽ ആ ഓശാനയുടെ യഥാർത്ഥമായ അർത്ഥം ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ, ദാവീദിൻ്റെ പുത്ര ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണല്ലോ ഓശാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യർ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സമയങ്ങളിൽ ആവർത്തിക്കുന്ന വാക്കാണല്ലോ, വചനമാണല്ലോ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത്. കർത്താവേ, അന്ന് നിഷ്കളങ്കരായ ബാലികാ ബാലന്മാർ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അർത്ഥത്തിൽ ഞങ്ങളെ ദുഷ്ടൻ്റെ പിടിയിൽ നിന്നും തിന്മയുടെ ശക്തിയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പാടി ആരാധിച്ചതുപോലെ ഞങ്ങളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾ നടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾക്ക് മറികടക്കുവാൻ ഓശാന പാടി ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ വരട്ടെ, ഞങ്ങളുടെ സമൂഹങ്ങളും വ്യത്യസ്തമായ മതവിഭാഗങ്ങളെല്ലാം അങ്ങയുടെ അടുത്തേക്ക് വരട്ടെ. ദാവീദിൻ്റെ പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ നാമത്തിന് ഹോശാന. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാരണമായ യേശുവിൻ്റെ നാമത്തിന് ഹോശാന. ഓ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹോശാന 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 Hosanna, 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 Hosanna. Hosanna, 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 Hosanna. ദിവ്യകാരുണ്യ ഈശോയെ, കുരിശുവരയിൽ ആരംഭിച്ചതാണ് ഞങ്ങളുടെ ഈ പീഠാനുഭവ ഓർമ്മയുടെ കാലഘട്ടത്തിലുള്ള യാത്ര. ഇതിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്തിലേക്ക് ഞങ്ങളിന്ന് പ്രവേശിച്ചു. ഈശോയെ, അവിടുന്ന് ആരാണെന്നും അവിടുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കടന്നു വന്നതെന്നും പലപ്പോഴും നിൻ്റെ കൂട്ടത്തിലുണ്ടായ മനുഷ്യർക്ക്, എന്തിന് ശിഷ്യർക്ക് പോലുമോ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്നതും കണ്ണുപൊട്ടന് കാഴ്ച കൊടുക്കുന്നതുമെല്ലാമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത. അതുകൊണ്ട് അവർ അങ്ങേക്ക് ഹോസാന പാടിയപ്പോൾ അങ്ങ് മതിമറന്ന് ആനന്ദിച്ചില്ല. കാരണം അങ്ങേക്കറിയാമായിരുന്നു ഈ സന്തോഷങ്ങളുടെ എല്ലാം ദിവസം പിന്നിട്ട് 4 ദിനരാത്രങ്ങൾ പിന്നിടും മുമ്പേ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഇതേ ജനം ഒരു പക്ഷേ കരങ്ങൾ ഉയർത്താൻ ഇടയുണ്ട് എന്ന്. ഈശോയെ,
ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഞങ്ങളുടെയും സന്തോഷത്തിൻ്റെ നാഴികകളിലാണ്. ദുഃഖത്തിൻ്റെ നാഴികകളിൽ, വേദനയുടെ സമയങ്ങളിൽ അങ്ങേക്ക് ആരാധന അർപ്പിക്കാൻ, അങ്ങേക്ക് ഹോശാന അർപ്പിക്കാൻ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. ഈശോയെ, പീഡാസഹനത്തിലൂടെ മാത്രമേ ഉത്ഥാനമുള്ളൂ എന്ന് ഞങ്ങളെ നീ ഓർമ്മപ്പെടുത്തണമേ. ഉണ്ടാകുന്ന സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ എന്നതുപോലെ തന്നെ കടന്നു പോകുമെന്നും യഥാർത്ഥമായ സന്തോഷം ഈശോയെ നിൻ്റെ കുരിശിൽ മാത്രമാണ് എന്നുള്ള ചിന്ത ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അങ്ങനെ ചിതറിപ്പോയ ശിഷ്യഗണം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ തന്നെ അങ്ങയുടെ ഉത്ഥാനത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. ഈശോയോട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. അവൻ്റെ ഏറ്റവും മഹനീയമായ പീഡാസഹനവും കുരിശുമരണവും തിരുവുത്ഥാനവും സ്മരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കൊരുക്കാം. ഇതിൽ അവനോട് കൂടെ നമ്മളും മരിക്കണം. അവനോട് കൂടെ അവൻ ഓശാന പാടിയ നമ്മൾ അവനോട് കൂടെ മരിക്കണം, പീഡകൾ സഹിക്കണം. എങ്കിലേ അവനോട് കൂടെ നമുക്ക് ഉത്ഥാനം ചെയ്യാൻ കഴിയൂ. ഈശോയെ, ഞങ്ങൾ ഈ സമയം അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അങ്ങയുടെ നാമം വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയാതെ നിലകൊള്ളുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന വിലാപമുണ്ട്, ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന പ്രാർത്ഥനയുണ്ട്. അവർ അധരങ്ങൾ കൊണ്ട് പറയുന്നില്ല എങ്കിലും അവരുടെ നെടുനിശ്വാസങ്ങളിലെല്ലാം അത്തരമൊരു പ്രാർത്ഥനയുണ്ട്. ഈശോയെ, ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾ, ഈ പീഡാസഹനത്തിൻ്റെ വാരത്തിൽ പോലും ദേവാലയത്തിൽ പോയി ദൈവശുശ്രൂഷയിൽ പങ്കുപറ്റാൻ കഴിയാത്തവർ, ജയിലറകളിൽ കഴിയുന്നവർ, ഒട്ടേറെ അഡിക്ഷൻസിൻ്റെ പിന്നാലെ പോകുന്നവർ, ദേവാലയത്തിൽ നിന്നും വിശുദ്ധമായ കർമ്മങ്ങളിൽ നിന്നും മാറി നിലകൊള്ളുന്നവർ, അവരെല്ലാവരെയും സ്നേഹത്തോടെ ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ നെടുവീർപ്പുകളെ അവിടുന്ന് കാണണമേ. അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ, സന്തോഷം ഞങ്ങൾക്ക് വീണ്ടും പകരണമേ, സൗഖ്യവും ആശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ എന്ന അവരുടെ പ്രാർത്ഥന ഈശോയെ നീ കേൾക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സ്നേഹത്തോടെ അർപ്പിച്ച് അങ്ങേക്ക് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. രക്ഷക രക്ഷിക്കണേ, 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 രക്ഷക രക്ഷിക്കണേ. ദിവ്യകാരുണ്യ ഈശോയെ, നീ 3 വർഷം കൊണ്ട് പഠിപ്പിച്ചതെല്ലാം നിന്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കുന്ന സമയമാണല്ലോ ഈ വിശുദ്ധവാരം. ഇതിലെ ഓരോ മുഹൂർത്തവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബോധ്യപ്പെടുത്തണമേ. ഇനി വരുന്ന ഓരോ ദിവസത്തിലും
നീ കുരിശിനോടടുക്കുന്നു, നീ വേദനയോടടുക്കുന്നു, നിന്റെ മരണത്തോടും ഉത്ഥാനത്തോടും നീ അടുക്കുന്നു. നീ ജീവിച്ചതെല്ലാം, നീ ജീവിച്ച കാലത്ത് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങൾക്കുമുണ്ട് ഇതുപോലുള്ള ഒരു കുരിശിൻ്റെ യാത്ര. അങ്ങ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തതുപോലെ ഞങ്ങളും ജീവിച്ചത് മുഴുവൻ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു ദിവസമുണ്ട്. ഞങ്ങൾ മരിക്കാൻ സമയത്ത് അങ്ങയെപ്പോലെ സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? ഒരു വൃക്ഷം എവിടേക്ക് ചെരിഞ്ഞിരിക്കുന്നുവോ വെട്ടുമ്പോൾ അവിടേക്ക് അത് മറിഞ്ഞു വീഴുമെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, നീ എന്ന് പറയുന്ന വൃക്ഷം സ്വർഗപിതാവിലേക്ക് ചാഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ്റെ മാറിടത്തിൽ വിശ്രമിക്കാൻ തക്ക വിധത്തിൽ അവിടേക്ക് നീ മറിഞ്ഞു വീണു. ഈശോയെ, നീ ഞങ്ങളുടെ രക്ഷകനാണ്, നീ ഞങ്ങളുടെ നാഥനാണ്, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ കാരണമാണ്, നീ ഞങ്ങളുടെ പ്രത്യാശയാണ്, നീ ഞങ്ങളുടെ മുഴുവൻ സ്വപ്നമാണ്, നീ ഞങ്ങളുടെ എല്ലാം ആദ്യ കാരണമാണ്, നീ ഞങ്ങളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന കർത്താവാണ്. അങ്ങയിൽ മാത്രം പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുവാൻ രക്ഷകനായ ഈശോയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഹോശാന 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 Hosanna, 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 Hosanna. Hosanna, 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 Hosanna. Hosanna, 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 Hosanna. ഈശോയുടെ ജെറുസലേം യാത്രക്കിടയിൽ ഏതാനും സ്ത്രീകളുടെ കരങ്ങളിൽ സൈത്തിൻ കൊമ്പുകളും ഉയർത്തിക്കൊണ്ട് അവർ യേശുവിന് ആരാധന അർപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇടയുണ്ട്. കാരണം അവരിൽ അവൻ്റെ അമ്മയുണ്ട്, അവൻ വീണ്ടെടുത്ത അനുഗ്രഹീതരായ മറിയമാരുണ്ട്, അവൻ വീണ്ടെടുത്തു കൊടുത്ത ഒട്ടേറെ ജീവിതങ്ങളുണ്ട്. ഈശോയെ, ഈ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നിൻ്റെ അമ്മയോട് ചേർന്ന് കുരിശിലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. അവളുടെ കരം മറ്റെല്ലാ കരങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി നിലകൊള്ളുന്നു. കാരണം അത് ബലപ്പെടുത്തുന്ന കരമാണ്, അത് ഈശോയിലേക്ക് പിടിച്ചു നടത്തുന്ന കരമാണ്, എന്നും പ്രത്യാശ നൽകുന്ന കരമാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യനാഥയായ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ ഈ പീഡാനുഭവ വാരത്തിൽ മുന്നോട്ട് ചരിക്കട്ടെ. അങ്ങനെ ഈശോയോടൊപ്പം മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. മറിയമേ, ദിവ്യകാരുണ്യനാഥേ, ഈ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങളുടെ മുമ്പേ നടക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് ദൈവകുമാരന് മഹത്വവും ആരാധനയും അർപ്പിക്കുന്ന പരശത മനുഷ്യരോട് കൂട്ടുചേർന്ന് നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ, സ്വപ്നങ്ങളെ എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. എരിയാതെ എരിഞ്ഞു നിന്ന് മുൾപ്പടർപ്പേപ്പോ മാലിന്യം വേശാത്തൊരു കന്യകയല്ലോ നീ,
നിത്യം കന്യകയല്ലോ നീ. ആഹാ അമ്മയ്ക്കൊപ്പം ഈശോയെ വാഴ്ത്തിപ്പാടുന്നേ. എരിയാതെ എരിഞ്ഞു നിന്ന് മുൾപ്പടർപ്പേപ്പോൾ മാലിന്യമീശാത്തൊരു കന്യകയല്ലോ നീ. നിത്യം കന്യകയല്ലോ നീ. ആഹാ അമ്മയ്ക്കൊപ്പം ഈശോയെ വാഴ്ത്തിപ്പാടേണം. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഹൃദയത്തിൽ ഉയരുന്ന എല്ലാ ഓശാനകളും ആരാധനകളും സ്തുതിപ്പുകളുമായി ഈശോയുടെ മുമ്പിൽ കൊടുത്ത് നമുക്കവനെ ആരാധിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ